ഇത് നമ്മൾ ഓണത്തിൻ്റെ 2 ദിവസം മുമ്പ് കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് കേട്ടോ. കൽപ്പറ്റ ബസ്സിൽ കയറി സീറ്റ് കിട്ടിയാൽ തന്നെ എനിക്ക് പകുതി സമാധാനം കേട്ടോ. എനിക്ക് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തൊരു ബസ് സീറ്റ് കിട്ടി. എനിവേ നമ്മൾ വീണ്ടും മുമ്പിൽ നിന്നാണ്, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തിരക്കാവും. എങ്ങനെയാണ് എനിവേ നമുക്ക് കൽപ്പറ്റയ്ക്ക് പോയിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ആ കൂടെ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ആദ്യം നമ്മൾ പോകുന്നത് അവിടെ TP ടൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഷോറൂമുണ്ട്. ടൈൽസൊക്കെ എടുക്കാൻ നമ്മുടെ വീട് പണിതിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 12 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അന്നത്തെ ഒരു രീതിക്കുള്ള അന്നാണെങ്കിൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ പറഞ്ഞു എനിക്കെല്ലാം വൈറ്റ് വേണമെന്ന്. അപ്പോൾ ബാത്റൂമിൻ്റെ ഒക്കെ ഫ്ലോർ വരെ വൈറ്റ് ഡിസൈനുള്ള വിധത്തിലുള്ള വൈറ്റിൽ കുറച്ച് പ്രിൻ്റൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ളതാണ് ഇട്ടേക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എവറി ഡേ നമ്മൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലീൻ അല്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ എനിക്കിപ്പം ഇപ്പോഴത്തെ ഒരു മോഡലിലേക്കുള്ള രീതിക്കുള്ളതൊക്കെ മാറ്റണം എന്നൊരു തോന്നൽ. അപ്പോൾ നമുക്കിവിടെ 5 ബാത്റൂമുണ്ട്. അപ്പോൾ അതിൽ 3 ഇപ്പോൾ മാറ്റാൻ നിർത്തും. അതിനുള്ള ടൈലൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. അവിടെ വന്നപ്പോൾ ശരിക്കും കിളി പറന്നു പോയ പോലെയായി എനിക്ക് കേട്ടോ. ഏതാ എടുക്കണ്ടേന്ന് സെലക്ട് ചെയ്യാനേ പറ്റുന്നില്ല. എന്തുമാത്രമാണ് ഒരു 4-5 ഫ്ലോറിൽ നിറയെ ഈ ഒരു ഫ്ലോറിൽ തന്നെ എത്ര സെക്ഷനായിട്ടാണ് ഇങ്ങനെ അടുക്കിയേക്കുന്നതെന്നറിയോ? ആകെ കിളി പറയ പോലെ ആയിട്ടോ. ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോഴേ ഓർത്തു ഒരു കുറച്ച് വൈറ്റ് ഷെയ്ഡ് അല്ലാത്ത വിധത്തിൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് എടുക്കാം. ആ ഒരു രീതിക്ക് വൈറ്റ് എന്തായാലും ഞാൻ തൊടൂലാന്ന് ഉറപ്പിച്ചിട്ടാണ് പോയേക്കണം കേട്ടോ. അശ്വ കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ഏതെടുക്കണമെന്ന്. അങ്ങനെ അശ്വ കൊച്ചിന് പക്ഷേ എല്ലാം ഗ്രേയും വൈറ്റും ആ ഒരു രീതിക്കുള്ളത് തന്നെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റുന്നത്, അതുകൊണ്ട് എന്തായാലും വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ നോക്കി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണ്, സ്ട്രെസ് ആവുമായിരുന്നു കേട്ടോ ഏതെടുക്കണമെന്ന്. അങ്ങനെ എനിവേ നമ്മൾ എല്ലാം ഒക്കെ ഒന്ന് നോക്കി. പിന്നെ കുറേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇതുപോലെ അത് കുറച്ച് ഓൾഡ് ഫാഷനായി എന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഡിസൈനായിട്ട് ഇങ്ങനെ വര കൊടുത്തേക്കുന്നത് അതിപ്പോൾ ഇല്ല, അധികം പുതിയ വീടുകൾക്കൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു അല്ലെങ്കിൽ എനിക്കത് കണ്ട് മടുത്തായിരുന്നു. നമ്മൾ ഏത് വീട് നോക്കിയിട്ടുണ്ട് ണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നടുക്കോടെ വേറെ ഒരു ഡിസൈൻ വെള്ള ആ രീതിക്ക് വരുന്നില്ല. അത് ഞാൻ കണ്ട് മടുത്തായിരുന്നു. അത് വേണ്ടാന്ന് എനിക്ക് അല്ലേ തന്നെ തോന്നിയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ആ സെക്ഷൻ നമ്മൾ വിട്ടു. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഓരോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ബ്ലൂ ഇഷ്ടപ്പെട്ടു. അതിലേത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നു. അത് പിന്നെ ആശുകൊച്ചിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പം ഇവിടം കഴിഞ്ഞാൽ നമുക്ക് 1-2 സ്ഥലത്തും കൂടി പോകാനുണ്ട്. താഴെ സെക്ഷനിൽ പോകാനുണ്ട്. നമുക്ക് ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം മാറ്റണം. ഈ ഒരു ഗ്രീനാണ് എനിക്ക് അത്യാവശ്യം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതൊരു നല്ല ശാന്തമായൊരു കളർ പോലെ തോന്നി. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂവും ഗ്രേ ഒക്കെ വരുമ്പോൾ കുറച്ച് ടോയ്ലറ്റും ഒക്കെ കുറച്ച് ഇരുണ്ട പോലെ തോന്നിയാലോ എന്നൊരു സംശയം കേട്ടോ. ഇപ്പോൾ ഉള്ളതെല്ലാം വെള്ളയാണ് നമ്മളുടെ. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ എടുക്കാമെന്ന്. പിന്നെ അതിന് നമുക്കൊരു എന്താ പറയുക സൈഡ് വാള് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളതും കൂടി കാണിച്ചു തരണമെന്ന് അപ്പയ്യനോട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് ഡിസൈൻ കാണിച്ചു തന്നു. ഇതാണ് അതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളെടുത്ത ഒരു ലൈറ്റ് ഗ്രീനോട് ഏകദേശം ഗ്രേയോടാണ് കൂടുതൽ സമയം, എങ്കിലും ഇത് നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണിച്ചു തന്നതിൽ. അപ്പോൾ അത് സൈഡ് ഹൈലൈറ്റിന് ഇത് നമുക്ക് എടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഇനി നമുക്ക് ഫ്ലോറിലേക്ക് നമ്മളെടുത്ത ലൈറ്റ് ഗ്രീൻ കളറോട് ചേരുന്ന വിധത്തിലുള്ള ഫ്ലോറിന് കുറച്ച് റഫായിട്ടുള്ളത് മതിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഉള്ളത് കുറേ മിനുസുമായിട്ടുള്ളതാണ്. അത് കുറച്ച് ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അന്നത്തെ നമ്മുടെ സെലക്ഷനെല്ലാം നമ്മുടെ വീടിൻ്റെ ഡിസൈൻ അടക്കം സെലക്ഷൻ അടക്കം എനിക്ക് റോങ് ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെ അപ്പം നമ്മളിനി ഒരേ സൈഡ് വെച്ച് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ പുതിയൊരു വീട് നമുക്ക് പണിതെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. വിറ്റിട്ട് വേറെ വീട് മേടിക്കാൻ നമ്മൾ കുറേ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഒത്ത എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള വീടൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ശ്രമം ഓൾറെഡി ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല കട്ടിക്ക് തന്നെ പണിതെടുത്തേക്കുന്ന വീടാണിത്. അതുകൊണ്ട് നമുക്ക് ഒരേ സൈഡ് മാറ്റിയെടുത്താൽ മതി നമ്മുടെ ഇഷ്ടത്തിന്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രീമിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. കണ്ടംപററി രീതിയിലുള്ള വീടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ രീതിയിലല്ല നമ്മുടെ വീടിപ്പോൾ പണിത് വെച്ചേക്കുന്നത്. അതാണ്. എനിവേ നമുക്കപ്പോൾ അതിന് ഇച്ചിരി റഫായിട്ടുള്ള ഫ്ലോർ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് സെലക്ട് ചെയ്തു. അതിനോട് ഏകദേശം സാമ്യമുള്ള വിധത്തിൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ടോയ്ലറ്റ്, ആ സെക്ഷൻ, വാഷ് ബേസിൻ അതൊക്കെ നോക്കാൻ പോകണം. അപ്പോൾ താഴേക്ക് പോകാൻ ഓർത്ത് അങ്ങനെ പോയി. കുറേയൊക്കെ ഞാൻ എന്താ പറയുക ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ഫ്ലോറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കാം. കുറച്ച് റഫാണ്. ആ കൂടെ തന്നെ നമ്മുടെ ഗ്രീൻ കളറിന് ചേരുന്ന വിധത്തിൽ ഏകദേശം കിട്ടുകയും ചെയ്തു കേട്ടോ. അതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ എല്ലാം വിരിച്ച് കഴിയുമ്പോൾ അറിയാം കേട്ടോ. അതിനിടയ്ക്ക് അശ്വം കൊച്ച് നമ്മുടെ ഈ ഒരു ടൈലൊക്കെ വിരിക്കുന്ന
അവരെ വിളിച്ചിട്ട് എല്ലാം ചോദിക്കുന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എത്ര വേണം നമ്മൾ സ്ക്വയർ ഫീറ്റ് കളഞ്ഞിട്ടാണ് വന്നത്, എന്നാലും അതിൻ്റെ കൺഫ്യൂഷനും ബാക്കി കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ മേടിക്കണമല്ലോ, എന്താ ഗമ്മ അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ചോദിച്ച് അതൊക്കെ ഓരോന്നോരോന്ന് ഇവരോട് പറഞ്ഞ് അതെല്ലാം റെഡിയാക്കുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ വലിയ സ്ട്രെസ്സൊന്നുമില്ല, എനിക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം മച്ചും കൊച്ചു നോക്കിക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്നാലും പക്ഷേ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ഒക്കെ പെട്ടു പോകുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കയറാൻ തുടങ്ങും, എനിക്ക് തല കറങ്ങും പോലെ തോന്നും. അതിപ്പോൾ കുറേ നാളുകളായിട്ട് എനിക്കുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അത് ഒത്തിരി നമ്മൾ കുറേ സ്ട്രഗിളിൽ സഫറിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കുറേ ന്യൂറോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിന് തന്നെ വരും. അങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോസ് എടുത്തു കേട്ടോ. അതിങ്ങനെ ഞാൻ ഡ്രീം കാണുമായിരുന്നു, ഇതൊക്കെ വിരിച്ചിട്ട് നമ്മുടെ ബാത്റൂം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ പണി കഴിയുമ്പോൾ ഞാനത് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ച് ഒന്ന് കുറേ നേരം ഡ്രീം കണ്ടു കേട്ടോ. നല്ലതായിരിക്കും അല്ലേ. ഇനി രണ്ടും കൂടി രണ്ട് കളറായിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിന് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഉള്ള പോലെ എനിക്ക് തോന്നി. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ. എന്നിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒത്തിരി സ്ട്രഗിളിലേക്കിടെയും ഇങ്ങനെയൊക്കെ പോയി എൻ്റെ ബ്രെയിൻ കുറേ ഒരു എന്താ പറയുക, നാടൻ ഭാഷ പറഞ്ഞാൽ നട്ടും ബോൾട്ടും ഒക്കെ ലൂസായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ഇടുങ്ങിയ സ്ഥലങ്ങൾ, ഇവിടെ ഇപ്പോൾ നിറച്ച് ഇങ്ങനെ ടൈൽസ് വെച്ച് ഇങ്ങനെ ചില ഇടുങ്ങിയ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ എനിക്കിങ്ങനെ തല ഇറങ്ങും പോലെ തോന്നും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ലിഫ്റ്റിൽ കയറാനേ പറ്റത്തില്ല. അവിടെ എനിക്ക് ഭയങ്കര ഫിയർ കയറും, എന്നെ വിറയ്ക്കാൻ തുടങ്ങും. അതോ എനിക്ക് പണ്ട് മുതലുള്ളൊരു ഫിയറാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എനിവേ അവിടെ വന്നിരുന്നു. പിന്നെ അവർ എല്ലാം അതിൻ്റെ കണക്ക് കൂട്ടലും ബില്ല് എത്രയായി എന്നുള്ളതൊക്കെ നോക്കലും അങ്ങനെ ബാക്കി അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. ചുമ്മാ ഇരുന്ന് ആലോചിക്കാൻ സമയമുണ്ടല്ലോ, ഇവർ കണക്ക് കൂട്ടുമല്ലേ, റെസ്പോൺസിബിലിറ്റി ഒക്കെ അശ്വം വെച്ച് ഏറ്റെടുത്തോളുമല്ലോ. അശ്വിൻ്റെ ബർത്ത്ഡേ ആണ് 2 ദിവസം അവിടെ കഴിയുമ്പോൾ കേട്ടോ, ഓണത്തിൻ്റെ അന്ന്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവന് ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുത്താണ് അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവന് സ്പെഷ്യലായിട്ടൊന്നും സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും മേടിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി കാർ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കാറ് തന്നെ അവന് ഇഷ്ടപ്പെട്ട കാറാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്, നമുക്കും ഇഷ്ടപ്പെട്ട കാറ്, അതാണ് അവനുള്ള ഗിഫ്റ്റ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ സ്പെഷ്യലൊന്നും മേടിക്കുന്നില്ല. പിന്നെ അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് ഞാൻ ഓർത്തു. പിന്നെ അവൻ്റെ അച്ചമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് എല്ലാ കൊല്ലവും അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ സാരിയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള പ്ലാനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് നേരെ എസ് ഭാരത് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം. ഒത്തിരി തിരക്കാണെങ്കിൽ കയറില്ല, അങ്ങനെ അത്രയ്ക്ക് തിരക്കുള്ളൊരു ഷോപ്പാണ് അത്. അപ്പോൾ അവിടെ പോയിട്ട് അതും കൂടി മേടിക്കണം എന്ന് എനിക്ക് പ്ലാനുണ്ട്. ഷർട്ടും മുണ്ടും സാരിയൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഭയങ്കര ആഘോഷമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നാമത് നമ്മൾ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും അല്ല. മേ ബി ഞങ്ങളൊരു സിനിമയ്ക്ക് പോകും, അത്രയേ ഉള്ളൂ. പുറമേ നിന്ന് ഫുഡ് കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഉള്ളൂ, അതിന് വലിയ ആഘോഷമില്ല. പിന്നെ അവൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാരും ഓൾറെഡി പഠിക്കാൻ പോയി. ഇവൻ BCA കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം എനിക്ക് കൂട്ടിരിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇവന് ഈ പ്രാവശ്യം പോകാൻ പറ്റില്ല. പക്ഷേ അടുത്ത ബാച്ചിൽ അവൻ പോകും. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കൂട്ടുകാർ ആരും ഇവിടെ ഇല്ല, അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ല. താഴെ സെക്ഷനിൽ വന്നപ്പോൾ ഇത് കണ്ട കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ 2 കണ്ണാടി കണ്ടു, അടിപൊളിയാണ്. പക്ഷേ 13,000 രൂപയാണ് ഇതിന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ ഷോക്കിൽ പോയി. ഒരു കണ്ണാടിക്ക് ഇത്രയും വിലയോ എന്നൊക്കെ ഞാനങ്ങനെ ഓർത്തു കേട്ടോ. ഇങ്ങനത്തെ ഇൻറ്റീരിയർ സാധനങ്ങൾ കൊടുക്കത്ത വിലയാണെന്ന് മനസ്സിലായി. എനിവേ പിന്നെ അത് ഞാൻ എനിക്ക് ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ളത് അതെൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പ്ലാൻ ഇട്ടു. ബാക്കി പിന്നെ ബാത്റൂമിലേക്കൊക്കെ വെക്കാൻ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളത് എനിക്ക് പ്ലാനില്ല. ഇതുപോലെ ടച്ച് അതുണ്ട്, ലൈറ്റ് തെളിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ആപ്പിളിൻ്റെ ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഓർത്തു ഇത് 3 മേടിക്കാം, ഇപ്പം നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന ബാത്റൂമിലേക്കെന്ന് ഓർത്തു. അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ക്ലോസറ്റ് അത് സെറ്റായിട്ടുള്ളത് നല്ലത് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയൊക്കെ എടുത്തു. ഇതെല്ലാം കൂടി നമുക്ക് ബില്ലാക്കണം. അതിനുശേഷം വേണം നമുക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും വിശന്നിട്ട് എനിക്കങ്ങ് മൂഡ് ഓഫ് ആയി തുടങ്ങിയിട്ടോ. കാരണം ഒരു 2:30-3 മണിയായി. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീട്ടിൽ കുത്തിയിരുന്ന് എപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, അതുപോലെ എപ്പോഴും മൂത്രം ഒഴിക്കാൻ പോവുക, ഇത് തന്നെ. അപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തും വീട് പോലെ തന്നെയായിരുന്നു. ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ആയതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു വീട് പോലെ ജീവിച്ചുകൊണ്ട് എനിക്കിങ്ങനെ പുറമെ ഇറങ്ങി കഴിയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. എനിക്ക് വിശക്കും, മൂത്രം ഒഴിക്കണം തോന്നും, കിടക്കണം തോന്നും, അങ്ങനെ റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ. അതുകൊണ്ട് എനിക്കിങ്ങനെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എനിവേ അപ്പോൾ എനിക്ക് വിശന്നിട്ട് പോയി ഒരു രക്ഷയില്ലെങ്കിൽ തല കറങ്ങും പോലെയായേ. ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറാൻ വെച്ചാൽ എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ.
അവർക്കറിയാം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എന്താ പറയുക വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. തൊട്ടടുത്തുള്ള ഹോട്ടലിൽ തന്നെ കയറി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ടും പിന്നെ നമുക്ക് എന്താണോ എനിക്ക് എന്തെങ്കിലും മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പം മന്തി അതാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്യുമ്പോൾ സമയമൊക്കെ എനിക്ക് വിശന്നിട്ട് വയ്യ കേട്ടോ. അയ്യോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വേറെ ഐസ്ക്രീമോ ജ്യൂസൊക്കെ മേടിച്ച് കഴിച്ചാൽ അങ്ങനെ എനിക്ക് ഷുഗർ താഴുമ്പോലെ അങ്ങ് വിശന്ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആശുപത്രിന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഭയങ്കര എരിവുള്ളത്. ഈ ഇടയ്ക്കാണ് അവനിങ്ങനെ എരിവുള്ളത്. പണ്ട് അവൻ എരിവ് കൂട്ടത്തേ ഇല്ലായിരുന്നു. ആശുപത്രി ഇതുപോലെ നമുക്കെല്ലാം വിളമ്പി തന്ന് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാട്ടോ. പക്ഷേ ജോയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ജോ വെട്ടി വിഴുങ്ങത്തേ ഉള്ളൂ. നമ്മൾ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ജോ കെയർ ചെയ്യില്ല കേട്ടോ. ശശിന് അങ്ങനെയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഞാൻ ഇന്നാളും പറഞ്ഞില്ലേ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും കൂടി മേടിച്ചു. ഡ്രൈ ഫ്രൂട്ട് ഐസ്ക്രീം ഒട്ടും എനിക്കിഷ്ടമായില്ല കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ, അങ്ങനെ ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിൽ വന്നു. എസ് ഭാരത്. ഇവിടെ എന്ന് വന്നാലും എൻ്റെ കൂട്ടുകാരെ എനിക്ക് തോന്നുന്നു ഇവിടെ വല്ല അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും, ക്യൂ നിൽക്കേണ്ടി വരും. അതുപോലെ തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇന്ന് പക്ഷേ കുറച്ച് തിരക്ക് കുറവാണെന്ന് ഇവിടുത്തെ സെയിൽസ് ഗേൾസ് പറഞ്ഞു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഓണത്തിൻ്റെ 2 ദിവസം എന്നിട്ടും നോക്കുക ഇവിടുത്തെ തിരക്ക് അങ്ങനെയാണ്. സൂചി കുത്താനായിട്ട് ഇല്ലാത്ത വിധത്തിലാണ്. എസ് ഭാരത് ബത്തേരിയിലാണെങ്കിലും കൽപ്പറ്റയാണെങ്കിലും ജനങ്ങൾ അങ്ങോട്ട് ഒഴുകും, അങ്ങനെ പറയാട്ടോ. ഇത് കണ്ടോ, അതുപോലെ തിരക്കായിരിക്കും കേട്ടോ. ഇത്രയും തിരക്കുള്ള ഷോപ്പിൽ എനിക്ക് കയറുന്ന ആക്ച്വലി ഇഷ്ടമല്ല. നമുക്ക് കണ്ടും കേട്ടും ഇങ്ങനെ നടന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. ഭയങ്കര ഹറി ബറിയായി പോവും അങ്ങനെ. അപ്പോൾ സാരിയൊക്കെ എടുത്തു, 2 സാരി എടുത്തു. പിന്നെ മുണ്ട് ഷർട്ട് അങ്ങനത്തെയൊക്കെ എടുത്തു. പപ്പയ്ക്കും മമ്മിക്കും ഉള്ളത് കേട്ടോ. പിന്നെ ആശു കൊച്ചിന് കുറച്ച് ഡ്രസ്സുകൾ, കുറേ നാളായി ഇവന് ഡ്രസ്സുകൾ മേടിച്ചിട്ടുണ്ടോ. അപ്പോൾ അവനോട് ഞാൻ ഡ്രസ്സുകൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഒരു 6-7 എണ്ണം അവൻ എടുത്തു കേട്ടോ. കുറച്ച് ഓഫർ സെയിലും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഓണത്തിൻ്റെ. അപ്പോൾ ഓർത്തു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് നല്ല ഡ്രസ്സുകൾ തന്നെ അവന് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ വല്ലപ്പോഴും നമുക്കതിന് ഒത്തു കിട്ടത്തുള്ളൂ അങ്ങനെ. അപ്പോൾ അതെടുത്തു. ഞാനല്ല എനിക്ക് ഡ്രസ്സുകൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നും എടുക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വളരെ വളരെ അപൂർവം അത്രയ്ക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടും കേട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ. ഇത് നമ്മുടെ ഇനിയിപ്പോൾ ബിൽ സെക്ഷനിൽ നല്ല തിരക്കാണ്. അപ്പം ഇനി ബില്ല് കൊടുത്തിട്ട് ഇനി എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് അവർ റെഡിയാക്കി തന്നു. പക്ഷേ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് ഓക്കെ എല്ലാവരും ഓർഡറിൽ കിട്ടും. പക്ഷേ ഭയങ്കര തിരക്കായി. ഇവിടെ തിരക്ക് കുറവാണെന്നാണ് ഇന്ന് എല്ലാവരും അവിടുത്തെ ലേഡീസ് പറഞ്ഞത്. എനിവേ അവിടെ നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം. 2 സ്ഥലത്ത് പോയി ഷോപ്പിങ്ങിന്. ഇവിടെയും പോയി, പിന്നെ ഭക്ഷണം കഴിച്ചു, ജസ്റ്റ് ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇനി നമുക്ക് ഹെവി ഫുഡൊന്നും വേണ്ട. രാത്രി നമുക്ക് വല്ല എന്തെങ്കിലും നൂഡിൽസോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും പഴം പുഴുങ്ങി തിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അശ്വകൊച്ചു പിന്നെ ഇങ്ങനെ ഹെവി ആയിട്ട് പകലൊക്കെ ഫുഡ് കഴിച്ചാൽ പിന്നെ അധികം രാത്രി അങ്ങനെ ഫുഡ് വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും പഴം പുഴുങ്ങി തിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ചെറിയ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കും, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബിൽ സെക്ഷനിൽ നിന്ന് നമ്മുടെ ഇത് കിട്ടി. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങി പോകാം. അങ്ങനെയൊക്കെയാണ്. വലിയ മഴയൊന്നുമില്ല കേട്ടോ, അത് വലിയ അനുഗ്രഹം. ഓണത്തിന് മുമ്പ് മഴയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണത്തിന് ഭയങ്കര മഴയല്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം എന്തോ ഭാഗ്യം പ്രളയമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടോ. എന്നാലും വയനാടിൻ്റെ ദുരന്തം അറിയാമല്ലോ, അത് മനസ്സിൽ നിന്നും ആയില്ല അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പോവുകയാണ്. ഇനി നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഒത്തിരി വലിയ ഷോപ്പിങ്ങിനൊന്നും ഞങ്ങളിപ്പോൾ പോകാറില്ല. എന്നുവെച്ചാൽ പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ബസ് കയറി അല്ലെങ്കിൽ ഓട്ടോയ്ക്കൊക്കെ കൊണ്ടുപോലും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ വലിയ ഷോപ്പിംഗ് ഇല്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കും. അങ്ങനെയാണ് കുറച്ച് നാളുകളായിട്ട്. വണ്ടിയൊക്കെ വന്നിട്ട് നമ്മൾ വലിയ ഷോപ്പിങ് ജാംജും നെസ്റ്റോയൊക്കെ പോകാറുള്ളൂ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടെ നിന്നൊരു ഓട്ടോ കയറിയിട്ടുണ്ടെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലെത്തും. അവിടെയാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിപ്പോരാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ല, ഇടിച്ച് കയറി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ അശുപസ് എല്ലാം മേടിച്ച് പിടിച്ചോളൂ കേട്ടോ, എൻ്റെ കയ്യിലൊന്നും തരത്തില്ല. അങ്ങനെ ആയതുകൊണ്ട് ഓക്കെ. എന്നാലും നമുക്ക് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി പോകാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെ കിടന്ന വലിയ കാറുകൾ, പുതിയ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ഇങ്ങ് പോരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഐറക്കുട്ടീൻ്റെ ഡിയോണക്കുട്ടീൻ്റെ ഒക്കെ എടുത്ത് പോയി. ഡിയോണക്കുട്ടീനെ എന്താ കെയർ ചെയ്യാത്തതെന്ന് കുറേ പേര് മെസ്സേജ് ഇട്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഡിയോണക്കുട്ടീനെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. രണ്ടുപേരും ഒരേപോലെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. തിരിച്ചു വന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അറേഞ്ച് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുണ്ടായിരുന്നു. എല്ലാം കുറച്ച് ഡിസോർഡർ ആയ പോലെ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ചെയ്തു. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചായയൊക്കെ വെച്ച് കുടിച്ചിട്ട് ഇനി എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കിയാൽ മാത്രമേ ഒന്ന് നീറ്റായിട്ട് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ എന്തോ ഒക്കെ ഒരു വൃത്തിയില്ലാതെ ഇരിക്കും. അപ്പോൾ എനിക്കിതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് എനിക്ക് ഒന്നോടെ എല്ലാം ഒന്ന് നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. വെജിറ്റബിൾ എല്ലാം തീർന്നു. അത് ഞാൻ അശ്വകൊച്ചിനെ കൊണ്ട് ജസ്റ്റ് തൊട്ട് മുകളിലുള്ള ഷോപ്പിൽ നിന്ന് സാമ്പാർ കിറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. നോൺ വെജ് ഒന്നിച്ച് മേടിച്ച് വെക്കും കേട്ടോ.
അത് നമ്മൾ ഓട്ടോ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ നമ്മൾ വിളിച്ച് പറയും, അവർ റെഡിയാക്കി വെക്കും, ഓട്ടോ ചേട്ടൻ പോയിട്ട് എടുത്തിട്ട് വരും. അതുകൊണ്ട് നോൺ വെജ് എനിക്ക് ഓക്കെയാണ്. കാരണം നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അങ്ങനെയാണ്. പക്ഷേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ അപ്പം തൊട്ട് മുകളിലുള്ള കടയിൽ എന്തെങ്കിലും മേടിക്കത്തേയുള്ളൂ. എന്നാലും ഇതെല്ലാം എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കി റെസ്റ്റ് എടുക്കുക. ഇത് നമ്മൾ പുതിന ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ ക്യൂബാക്കി വെക്കുന്നതാണ് കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പുതിന കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചീത്തയായി പോകത്തില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ, പിന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ പ്രോഡക്റ്റുകളുടെ ലിസ്റ്റൊക്കെ എടുക്കാനുണ്ട്, നാളെ അയക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് ഞാൻ പോയപ്പോഴും നമ്മുടെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ലിപ് ബാമുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, ബോഡി ലോഷനുണ്ട്, കസ്തൂരി മഞ്ഞൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ, നമ്മുടെ പ്രോഡക്റ്റുകളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയാനും വേണ്ടിയിട്ട് കേട്ടോ.